നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു ദിവസം മുമ്പ് UK സന്ദർശനം പൂർത്തിയാക്കി മാലിദ്വീപിന്റെ തലസ്ഥാനമായ മാലിയിലെത്തിയപ്പോൾ പ്രസിഡന്റ് മുഹമ്മദ് മൊയ്സു തന്നെ വിമാനത്താവളത്തിലെത്തി അദ്ദേഹത്തെ സ്വീകരിച്ചിരുന്നു. ഇത് സാധാരണ ഒരു പ്രോട്ടോകോൾ അല്ല, മറിച്ച് ഇന്ത്യ മാലിദ്വീപ് ബന്ധത്തിലെ ഒരു പുതിയ അധ്യായത്തിന്റെ തുടക്കമായിരുന്നു. മൊയ്സുവിന്റെ ഇന്ത്യ ഔട്ട് ക്യാമ്പയിന് ശേഷം മാലിയും ഇന്ത്യയുമായുള്ള ബന്ധം വളരെയധികം വഷളായിരുന്നു. എന്നാൽ 2024 മൊയ്സുവിന്റെ ഇന്ത്യ സന്ദർശനവും തുടർന്നുള്ള ചർച്ചകളും ഈ ബന്ധത്തെ വീണ്ടും ഊഷ്മളമാക്കി. എന്നാൽ മോദിയുടെ മാലി സന്ദർശനത്തിനിടെ ഇപ്പോൾ ഏറ്റവും അധികം ചർച്ചയാവുന്നത് അദ്ദേഹം ധരിച്ച ഒരു കൂളിംഗ് ഗ്ലാസ് ആണ്. ചിലർ പറയുന്നത് ഇന്ത്യ ഔട്ട് എന്ന് പറഞ്ഞെടുത്തു നിന്നും ഇന്ത്യ വെൽക്കം എന്ന് പറയിപ്പിച്ചതിന്റെ ഒരു പ്രതീകമായിട്ടാണ് മോദി ഈ കറുത്ത കൂളിംഗ് ഗ്ലാസ് ധരിച്ച് അവിടെ എത്തിയത് എന്നാണ്. എന്നാൽ മറ്റു ചിലർ പറയുന്നത് ഇന്ത്യയെ പോലെ ഇത്രയും വലിയ ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രിക്ക് അവിടെ ക്ഷണം ലഭിച്ചതിന്റെ പേരിൽ ഒരു കൂളിംഗ് ഗ്ലാസ് ധരിച്ചെന്നും അത് ആഘോഷിക്കേണ്ട കാര്യമില്ല എന്നാണ്. ഒരർത്ഥത്തിൽ അതുതന്നെയാണ് കൂടുതൽ ശരിയായി തോന്നുന്നതും. നരേന്ദ്രമോദി എപ്പോഴും അദ്ദേഹത്തിന്റെ വസ്ത്രധാരണത്തിൽ ശ്രദ്ധ നേടാറുണ്ട്. കുർത്തയും ജാക്കറ്റും മുതൽ ട്രഡീഷണൽ ആയിട്ടുള്ള വേഷം മറ്റുള്ളവർക്ക് ഒരു സന്ദേശം നൽകുന്നുണ്ട്. തന്റെ രാജ്യത്തിന്റെ സംസ്കാരം അതേത് നാട്ടിൽ പോയാലും അവിടെയെല്ലാം പ്രതിഫലിക്കുന്നതിനായിട്ട് അദ്ദേഹം ഇത്തരത്തിലുള്ള ഒരു വഴി തിരഞ്ഞെടുക്കുന്നത് പതിവാണ്. എന്നാൽ ഈ ഒരു കൂളിംഗ് ഗ്ലാസ് ഇത്രയും അധികം ചർച്ചയാവാനുള്ള കാരണം മാലിയുമായിട്ടുള്ള മുൻപുള്ള അഭിപ്രായ ഭിന്നതകൾ തന്നെയാണ്. അതിനപ്പുറത്തേക്ക് സാധാരണയായി ലോക നേതാക്കളെയോ ആ രാജ്യത്തിന്റെ തലവന്മാരെ കാണുമ്പോൾ അല്ലെങ്കിൽ സംസാരിക്കുമ്പോൾ മോദി ഇത്തരത്തിൽ കൂളിംഗ് ഗ്ലാസ് ധരിച്ച് നമ്മൾ ആരും കണ്ടിട്ടില്ല. എന്നാൽ ഇവിടെ അത് സംഭവിച്ചിരിക്കുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ആർക്കും അത്തരത്തിലുള്ളൊരു സംശയം തോന്നിയെന്ന് വരാം. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മാലിയുടെ ഒരു കാലാവസ്ഥയാണ്. 4 വശവും വെള്ളത്താൽ ചുറ്റപ്പെട്ട ദ്വീപുകൾ, അത്രയും അധികം സൂര്യപ്രകാശം കണ്ണിന് അസ്വസ്ഥതയുണ്ടാക്കാനുള്ള സാഹചര്യവും ഏറെയാണ്. നരേന്ദ്രമോദി ഒരു സാധാരണ ഇന്ത്യൻ പൗരൻ മാത്രമല്ല, ഇന്ത്യയിലെ 140 കോടി ജനങ്ങളുടെ പ്രധാനമന്ത്രിയും കൂടിയാണ്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും അദ്ദേഹത്തിന്റെ സുരക്ഷാ ഉദ്യോഗസ്ഥർ ഇത്തരത്തിലുള്ള മുൻകരുതലുകളും അതുപോലെ നിർദ്ദേശങ്ങളും അദ്ദേഹത്തിന് നൽകുന്നതും പതിവാണ്. ഇനി അവർ നൽകിയില്ലെങ്കിൽ പോലും സ്വന്തം ശരീരത്തിലും ആരോഗ്യത്തിലും ഇത്രയും അധികം ശ്രദ്ധ നൽകുന്ന നരേന്ദ്രമോദി ഇത്തരം കാര്യങ്ങളിൽ ഒട്ടും വിട്ടുവീഴ്ച ചെയ്യുകയുമില്ല. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും മോദിയെപ്പോലൊരു രാഷ്ട്രീയ നേതാവിന്റെ ഓരോ ചലനവും ശ്രദ്ധിക്കപ്പെടുന്നുണ്ട് എന്നുള്ളതിന്റെ ഏറ്റവും ഒടുവിലത്തെ തെളിവാണ് ഒരൊറ്റ കൂളിംഗ് ഗ്ലാസിന് പോലും ഇത്രയും അധികം ശ്രദ്ധ ലഭിച്ചു എന്നത്. എന്തായാലും ഈ കറുത്ത കണ്ണട മാലിദ്വീപിന് ഒരു മറുപടിയാണ് എന്ന് പറയുന്നവരൊക്കെ ഒരു കാര്യം മനസ്സിലാക്കണം. ഇന്ത്യക്കോ ഇന്ത്യൻ പ്രധാനമന്ത്രിക്കോ മറ്റൊരു രാജ്യത്തിന് മറുപടി കൊടുക്കുന്നതിനായിട്ട് കേവലം ഒരു കൂളിംഗ് ഗ്ലാസ് തിരഞ്ഞെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. പറയാനുള്ളതെല്ലാം കൃത്യമായും വ്യക്തമായും പറയാനുള്ള തന്റെ ഇടവും ആർജവും ഇന്ത്യക്കുണ്ട്. ഇത്തരത്തിലുള്ള പ്രചരണങ്ങൾ നമ്മളെ മറ്റു രാജ്യങ്ങൾക്ക് മുൻപിൽ ഇകഴ്ത്തിക്കാട്ടുന്നതിന് മാത്രമേ കാരണമാകൂ, അല്ലാതെ ഇതൊരു കേമത്തമായിട്ടൊന്നും ആരും കാണുകയില്ല. ലോക പോലീസ് എന്ന് സ്വയം അവകാശപ്പെടുന്ന അമേരിക്ക, ആ അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വൈറ്റ് ഹൌസിലേക്ക് ഒരു വിരുന്നിന് ക്ഷണിച്ചിട്ട് പോലും അദ്ദേഹത്തോട് വരാൻ സാധിക്കില്ല എന്ന് പറഞ്ഞ നരേന്ദ്രമോദിക്ക് മാലിദ്വീപ് പോലെയുള്ള ഒരു ചെറിയ രാജ്യത്തോട് എന്തെങ്കിലും പറയണമെന്നുണ്ടെങ്കിൽ അതിന് ഒരു കൂളിംഗ് ഗ്ലാസിന്റെ ആവശ്യമുണ്ടോ എന്നുള്ളത് ഈ പറയുന്ന ആളുകൾ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കുക. എന്തായാലും ഈ സന്ദർശനം ഒരു വലിയ നയതന്ത്ര വിജയം തന്നെയാണ്. ഏകദേശം 4600 കോടി രൂപയോളമാണ് ഇന്ത്യ മാലിദ്വീപിന് കടമായി നൽകാൻ പോകുന്നത്. അതിനൊപ്പം തന്നെ പലതരത്തിലുള്ള ഡീലുകളും മാലിദ്വീപുമായിട്ട് ഒപ്പുവച്ചിട്ടുമുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇന്ത്യ ഔട്ട് എന്ന് പറഞ്ഞവർ ഇന്ത്യ വെൽക്കം എന്ന് പറയുകയും ചെയ്തു. ഇന്ത്യയുടെ കയ്യിൽ നിന്നും പണവും വാങ്ങാൻ പോകുന്നു. കാലം എല്ലാത്തിനും മറുപടി കൊടുക്കുമെന്ന് പറയുന്നത് എത്രയോ സത്യമാണ്.